സിലബസ് വരുന്നത് വരെ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് വരെ ജനറൽ പേപ്പർ നല്ലോണം പഠിച്ചോ. ഈ ഒരു 40 താഴെ നിൽക്കുന്ന കുട്ടികൾ മെയിൻസിന്റെ മാർക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളൂ. നിങ്ങൾ പ്രിലിംസിൽ തകർത്ത് മറിച്ചു, മാത്സ് ഇംഗ്ലീഷ് മലയാളം പഠിച്ചു, തകർത്ത് മറിച്ചു, ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല. അവിടെ മാർക്ക് വാങ്ങിക്കണം. ഹായ്, ഹലോ, നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി മെയിൻസ് പരീക്ഷയുടെ 3 ഫേസും കഴിഞ്ഞു. കഴിഞ്ഞ ഫേസ് 6-ാം തീയതി ആയിരുന്നു. 3 ഫേസും കഴിഞ്ഞു. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇനി ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. മെയിൻസ് എങ്ങനെ, ആർക്ക് എഴുതാം, എത്രയായിരിക്കും കട്ട് ഓഫ്. നമ്മൾ ഫസ്റ്റ് ഫേസിലെ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഫേസിന്റെ കട്ട് ഓഫ് ഏകദേശം പറഞ്ഞു. സെക്കൻഡ് ഫേസ് കഴിഞ്ഞപ്പോഴും ഏകദേശം കട്ട് ഓഫ് പറഞ്ഞു. തേർഡ് ഫേസ് കഴിഞ്ഞപ്പോഴും ഏകദേശം കട്ട് ഓഫ് പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും അല്ല. ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഇനി നേരെ കട്ട് ഓഫ് എത്രയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു, നേരെ പഠിച്ചു തുടങ്ങുന്നു. പ്രിലിംസിന്റെ ഷോർട്ട് ലിസ്റ്റ് വരാനൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ആരൊക്കെ ക്വാളിഫൈ ചെയ്യും, മെയിൻസ് വരാൻ കാത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഏകദേശ കട്ട് ഓഫ് മനസ്സിലാക്കുക, പഠിക്കാൻ തുടങ്ങുക എന്നുള്ളത് മാത്രം. മേജറായിട്ട് നടന്ന പരീക്ഷകൾ ഏതൊക്കെയാ? മേജറായിട്ട് ഈ കൊല്ലം വരാൻ പോകുന്ന മെയിൻസ് എക്സാംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, പിന്നെ പിന്നെ SI വരുന്നുണ്ട്, പിന്നെ SBCID വരുന്നുണ്ട്. ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. അതല്ലാതെ വേറെ കുറച്ച് ഈ പറഞ്ഞ അസിസ്റ്റന്റ് മാനേജർ, നാഷണൽ സേവിംഗ് സ്കീം ഒക്കെ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഏറ്റവും മേജർ ആയിട്ടുള്ളവരെ മാത്രം അനലൈസ് ചെയ്യാം. ഇത് അനലൈസ് ചെയ്യുമ്പോൾ എന്തിന്റെ ബേസിൽ അനലൈസ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം കുട്ടികളുടെ റെസ്പോൺസ്. ഈ കഴിഞ്ഞ 3 പ്രിലിംസും എഴുതിയ കുട്ടികളുടെ റെസ്പോൺസ് നമ്മൾ നോക്കണം. രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ്. ഏകദേശം 4 ലക്ഷം പേര് തന്നെയാണ് കഴിഞ്ഞ വട്ടവും എഴുതിയത്, എക്സാം എഴുതിയത്. അങ്ങനെ വരുമ്പോ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് നോക്കണം. അങ്ങനെ വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ലക്ഷം പേരാണ് 2 പ്രാവശ്യവും എക്സാം എഴുതിയത്. കഴിഞ്ഞ 2025ഉം 2026ഉം കമ്പയർ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ കുട്ടികളുടെ റെസ്പോൺസ് കാണാം. ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാ. അവസാനം വരെ കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ലോജിക്കലായിട്ട് തോന്നിയാൽ മാത്രം ഇതിനെ വിലക്കെടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിനെ വിലക്കെടുക്കണം എന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, 4 ലക്ഷം കുട്ടികളാണ് എഴുതിയത്. ഫേസ് 3 ഫേസുകളായിട്ടാണ് എഴുതിയത്. ഇവിടെ കഴിഞ്ഞ വട്ടം 2025 ഈ പരീക്ഷ നടന്നപ്പോ 2025 പരീക്ഷ നടന്നപ്പോ എന്താ സംഭവിച്ചത്? ഈ കൊല്ലത്തിൽ കേട്ടോ, കഴിഞ്ഞ വട്ടം സെക്രട്ടറി ടെസ്റ്റിന് പരീക്ഷ നടന്നപ്പോ 47.5 അടുത്താണ് കട്ട് ഓഫ് വന്നത്. പക്ഷെ അവിടെ 2 ഫേസേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഫേസ് താരതമ്യേന എളുപ്പവും ഒരു ഫേസ് താരതമ്യേന ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അതായത് ഫേസുകൾ തമ്മിൽ എന്തുണ്ടായിരുന്നില്ല, ഒരേപോലത്തെ ബാലൻസ് ഉണ്ടായിരുന്നില്ല. ഒന്ന് ടഫ്, ഒന്ന് കുറച്ച് ഈസി, ആ ലെവലിലായിരുന്നു. പക്ഷെ ഈ തവണ പരീക്ഷ നടന്നപ്പോ അങ്ങനെ ഭീകരമായിട്ടുള്ള വ്യത്യാസം കാണാൻ പറ്റുന്നില്ല. ഫേസ് 2 മാത്രമേ കുറച്ച് ഡിഫിക്കൽട്ടി എന്ന് പറയുന്ന ലെവലിലേക്ക് കാണുന്നുള്ളൂ. ബാക്കി രണ്ടും ഏതാണ്ട് ഒരുപോലെയാ. എളുപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. ഫേസ് 1ഉം ഫേസ് 2ഉം വെച്ച് നോക്കുമ്പോൾ ഫേസ് 2 ലേശം ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാമെങ്കിലും ഫേസ് 1ഉം ഫേസ് 3ഉം തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും പറയാൻ പറ്റില്ല. ബേസിക്കലി പറഞ്ഞാൽ 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 3 ഫേസുകളും തമ്മിൽ ഭീകരമായിട്ടുള്ളൊരു വ്യത്യാസം പറയാൻ പറ്റില്ല. സെക്കൻഡ് ഫേസ് മാത്രം കുറച്ചധികം ബുദ്ധിമുട്ടായി എന്നുള്ളത് മനസ്സിൽ വെക്കുക. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികളുടെ മാർക്ക് സ്കോർ ചെയ്യാൻ പോകുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, നമ്മൾ MEM എന്ന് വിളിക്കുന്ന ഈ 3 സബ്ജക്റ്റിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ ഡിറ്റർമിനിങ് ഫാക്ടർ ആവാൻ പോകുന്നത്. അവിടെ എന്ത് പറ്റിയെന്നറിയോ? ഫേസ് 3 മലയാളം കുറച്ച് ബുദ്ധിമുട്ടിച്ചു. പക്ഷെ ഇംഗ്ലീഷ് എല്ലായിടത്തും ഈസിയാ, അതൊരു ഡിറ്റർമിനിങ് ഫാക്ടർ അല്ല. പറ്റിയത് എന്താ? ഇവിടെ മോഡറേറ്റ് മാത്സ് വന്നു. ഇവിടെ GKനെ മാത്രം നോക്കിയിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഫേസ് 2 ഒരു പണി കിട്ടും. ഡിഫിക്കൽട്ടി ആവാൻ സാധ്യതയുണ്ട്. പണി കിട്ടുമൊന്നുമില്ല, സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്നായി മാറും. അങ്ങനെ നോക്കുമ്പോ കഴിഞ്ഞ വട്ടത്തേക്കാൾ കട്ട് ഓഫ് കൂടോ കുറയോ ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് കഴിഞ്ഞ വട്ടം എവിടെയായിരുന്നു? ഒന്ന് ഡിഫിക്കൽട്ടുള്ള പരീക്ഷ, ഒന്ന് ഈസി, കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള പരീക്ഷയില് 47 മാർക്ക് കട്ട് ഓഫ് വന്നു. കാര്യം എന്താ? അന്തരം ഭയങ്കര വ്യത്യാസം, ഇവർ തമ്മിലുള്ള അന്തരം. ഈ തവണ എല്ലാ എക്സാമും ഏതാണ്ട് ഒരേ ലെവലിലുള്ളതാണ്. ഡിഫിക്കൽട്ടി 3നും ഏതാണ്ട് ഒരേ ലെവലില. സെക്കൻഡ് ഫേസിലെ GK കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേ ലെവലില. അങ്ങനെ നിൽക്കുമ്പോൾ ആലോചിച്ചോക്കെ, 47, 48ന്റെ മുകളിൽ കട്ട് ഓഫ് പോകാനുള്ള സാധ്യത വളരെ കുറവാ. കഴിഞ്ഞ വട്ടവും സെക്രട്ടറി ടെസ്റ്റിന് എക്സാം നടന്നിയതാ, ഇത്രയും കുട്ടികൾ തന്നെ എഴുതിയതാ. അപ്പൊ നമ്മുടെ ഓരോ മാനദണ്ഡങ്ങൾ നോക്കിയേ, കുട്ടികളുടെ എണ്ണം സെയിം ആണ്. ഡിഫിക്കൽട്ടി ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന പരീക്ഷയെ പറ്റി മാത്രമേ പറയുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് എന്താ സംഭവിക്കുന്നത്? ഏതാണ്ട് സെയിം നമ്പർ ഓഫ് കുട്ടികൾ അവിടെയും ജോലിക്ക് കയറുന്നത്. സെക്രട്ടറി ടെസ്റ്റിൽ കുറച്ച് കൂടുതലുണ്ട്, എന്നാലും ഏതാണ്ട് സെയിം നമ്പർ ഓഫ് കുട്ടികളാണ് അവിടെ അഡ്വൈസ് പോകുന്നത്. അപ്പോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സെയിം ആണ്, അഡ്വൈസ് സെയിം ആണ്. പക്ഷെ എന്ത് പറ്റി? ഈ പറയുന്ന ഡിഫറൻസ് വലിയ കാര്യമായിട്ട് വന്നില്ല.
ഈ 3 കാരണങ്ങൾ ആലോചിച്ചാലും 47 മുകളിൽ കട്ട് ഓഫ് പോകാനുള്ള സാധ്യത യൂണിവേഴ്സിറ്റിന് കുറവാ. അറ്റ് മാക്സ് നിങ്ങൾ പിടിച്ചോളൂ, 50 മുകളിലൊന്നും ഒരു കാരണവശാലും കട്ട് ഓഫ് പോകാൻ സാധ്യതയില്ല. അതില് ഫേസ് 2കാര് കുറച്ച് മാർക്ക് നോക്കിയാൽ മതി. ഒരു 40-43 ഉള്ളിലുള്ളവർക്കൊക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിക്കാം. അങ്ങനെ നോക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക, 45 റേഞ്ചിലുള്ളവർ ഒരു +&-2 ഇട്ടോളൂ. 42 മാർക്കിന്റെ ചുറ്റുള്ളവർക്ക് എല്ലാ ഷിഫ്റ്റിലും എന്ത് ചെയ്യാൻ പറ്റും? സെക്രട്ടറി ടെസ്റ്റ്, യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് അങ്ങ് പഠിച്ചു തുടങ്ങുക. എസ്ഐയും യൂണിവേഴ്സിറ്റി ടെസ്റ്റിനും. എസ്ഐയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ വരുന്നതുകൊണ്ട് കുറച്ചധികം കുട്ടികൾ എടുക്കും. 50% കുട്ടികൾ മാത്രമേ ഫിസിക്കൽ പാസ്സാവാറുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇവിടെ നിന്നിട്ടൊരു 7 to 8 മാർക്കിന്റെ വ്യത്യാസം വരും. കാര്യം എന്താ? ഇവിടെ 2000 മുകളിൽ കുട്ടികളെ ഒരു ലിസ്റ്റിൽ എടുക്കുന്നതാണ്. ഇവിടെ ഒരു 400ഓളം കുട്ടികളായിരിക്കും ഒരു ലിസ്റ്റിൽ എടുക്കുന്നത്. ഇതിന് ഇത്രയും ഇരട്ടി കുട്ടികൾ ഇവിടെ എടുത്തേ പറ്റുള്ളൂ. അപ്പൊ കട്ട് ഓഫ് കുറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര പറയട്ടെ, 45ഉം 40ഉം വെച്ച് നമുക്ക് പോവാം. എറൗണ്ടാ ഞാൻ പറയുന്നത്, എറൗണ്ട്, ഏതാണ്ട് എറൗണ്ട്. അപ്പൊ ഒരു 38 മുകളിലോട്ടുള്ള ആർക്ക് പഠിക്കാം? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പഠിച്ചു തുടങ്ങുക. ഓക്കെ, 45ന്റെ റേഞ്ചിൽ 42, 43 ആ റേഞ്ചിലുള്ളവര് എല്ലാം പഠിക്കുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും പഠിക്കുക, കമ്പനി ബോർഡും പഠിക്കുക. ഇതെല്ലാം പഠിച്ചു തുടങ്ങുക എന്നുള്ളതാ. ഇനി പഠിച്ചു തുടങ്ങിയപ്പോ എന്താ സംഭവിക്കുക? നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ പോകാന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താ? ആദ്യം നിങ്ങൾ തൽക്കാലം ജനറൽ പേപ്പർ അങ്ങ് പഠിക്കുക. റിസൾട്ട് വന്നവരെ ജനറൽ പേപ്പർ അങ്ങ് നല്ലോണം പഠിക്കുക. കഴിഞ്ഞ വട്ടം എന്താ പറ്റിയത്? കുട്ടികളൊക്കെ തോൽക്കാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയാം? ജനറൽ പേപ്പറിലെ റിവിഷൻ കുറയുമ്പോഴാണ്. നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് വരും. ഈ സ്പെഷ്യൽ ടോപ്പിക് വരുമ്പോൾ നിങ്ങൾ എവിടെ പോകും? എല്ലാവരും കൂടെ സ്പെഷ്യൽ ടോപ്പിലേക്ക് അങ്ങ് കിടക്കും. എല്ലാവരും സ്പെഷ്യൽ ടോപ്പിക്കിൽ അങ്ങ് വീഴും. അത് മാത്രമാണ് ഇവിടുത്തെ കാര്യം? അല്ല, അത് മാത്രമല്ല ഇവിടുത്തെ മേജർ പ്ലെയർ. ജനറൽ പേപ്പറും കൂടി ഉണ്ട്. സിലബസ് വരുന്നത് വരെ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് വരെ ജനറൽ പേപ്പർ നല്ലോണം പഠിച്ചോ. ഈ ഒരു 40 താഴെ നിൽക്കുന്ന കുട്ടികൾ ഈ ജനറൽ പേപ്പർ ഇനി വരാൻ പോകുന്ന LGS പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതാണ്, LDC പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതാണ്, അടുത്ത ഡിഗ്രി പ്രിലിംസ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഉപകാരപ്പെടുന്ന. നിർത്തരുത് ഈ പരിപാടി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. ജനറൽ പേപ്പർ റിവൈസ് ചെയ്ത് തുടങ്ങിക്കോ. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. മാക്സിമം 3 മാസം. അപ്പൊ നമ്മുടെ സിലബസ് വരുന്ന അന്ന് വരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷോർട്ട് ലിസ്റ്റ് വരുന്ന അന്ന് വരെയോ ജനറൽ പേപ്പർ പഠിച്ചു കൂട്ടുക. ജനറൽ പേപ്പറിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, 40 മുകളിലുള്ള എല്ലാവരും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും പഠിച്ചു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. 45, 48 ലെവലിലുള്ള എല്ലാവരും എല്ലാം പഠിച്ചു, ഒന്നും ആലോചിക്കണ്ട എന്നുള്ളതാണ്. സമയം കളയരുത്. ഇതായിരിക്കും മെയിൻസ് പരീക്ഷയുടെ പ്രശ്നം എന്താ? സമയം വളരെ കുറവാണ്. ഏകദേശം 3 മന്തിന് താഴെ സമയമുള്ളൂ. അടുത്തത് മെയിൻസിന്റെ മാർക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളൂ. നിങ്ങൾ പ്രിലിംസിൽ തകർത്ത് മറിച്ചു, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിച്ചു, തകർത്ത് മറിച്ചു, ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല. അവിടെ മാർക്ക് വാങ്ങിക്കണം. അവിടെ ഈ പറയുന്ന 47ന്റെ കളി അല്ല നടക്കാൻ പോകുന്നത്. അവിടെ ഒരു 70യുടെ അടുത്ത മാർക്ക് സ്കോർ ചെയ്യുന്നവനെ പെട്ടെന്ന് ജോലി കിട്ടുള്ളൂ. റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ആരെ കാണിക്കാനാ? ആരെയും കാണിക്കണ്ട. നമുക്ക് അഡ്വൈസ് വേണം, ജോലി വേണമെങ്കിൽ ഒരു 70യുടെ അടുത്ത് പത്രം. ഈ പറയുന്ന തുടക്കത്തിലേക്കുള്ള മുൻഗണന ആദ്യമേ തുടങ്ങുമ്പോഴാണ് ഇതിന്റെ ഗുണം നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഞാൻ എന്റെ കോഴ്സിനെ പറ്റി പറയാൻ വേണ്ടി മാത്രം വന്നതല്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 40 മാർക്കിന് കൂടുതലുള്ള പഠിച്ചു തുടങ്ങുക. പക്ഷേ എന്ത് പറ്റും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി ആകെ 3 മാസമേ ഉള്ളൂ. ജനറൽ ടോപ്പിക് അല്ലാത്ത വലിയൊരു ഭാഗം സ്പെഷ്യൽ ടോപ്പിക് കൂടെ വരും. ഒരു സിലബസ് വെച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ 2-3 വട്ടമായിട്ട് മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളുണ്ട്. കുറേ വട്ടമായിട്ട് മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ പ്രിലിംസ് സ്ഥിരമായിട്ട് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഈ വീതിയിലൂടെ ഈ പറയുന്ന പ്രിപ്പറേഷനിലൂടെ സഞ്ചരിച്ച കുറച്ച് ആളുകളുണ്ട്. അവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയ ഒരു അവസരം, അതിനൊരു 2000-2500 മുടക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. 3 മാസം ഇനി ബാക്കിയുള്ളൂ. നിങ്ങളുടെ സ്വപ്നം ഇതാണെന്നുണ്ടെങ്കിൽ കളയരുത്, ഈ സമയം കളയരുത്. ഏതെങ്കിലും ഒരു നല്ല സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങുക. അവിടെ പൈസ ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ വട്ടം ഏകദേശം 350 എത്രയോ ഒഴിവ് പോയതാ. അഡ്വൈസിന്റെ വീഡിയോ നമ്മൾ ചെയ്യാം. 350-400ഓളം ഒഴിവ് പോകുന്നതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. 2000ഓളം ഒഴിവ് പോകുന്ന ഒരു ഡിഗ്രി പരീക്ഷ ഇനി വരാനില്ല. സോ കമ്പനി ബോർഡിന്റെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ, SIയുടെ 3 ബാച്ചുകളും ഇപ്പോൾ ഓപ്പൺ ആണ്. സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രത്യേകം ഫോക്കസ് കൊടുത്ത് മെന്ററിന്റെ സഹായത്തോടുകൂടി എക്സ്പെർട്ട് ഫാക്കൽറ്റീസിന് കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് CCയുടെ ഒപ്പം ജോയിൻ ചെയ്തോളൂ. ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പഠിക്കാതിരിക്കരുത്. 3 മാസേ ഉള്ളൂ. നിങ്ങൾ പ്രിലിംസിന് എന്ത് തകർത്തു, താജ്മഹൽ പണിതു, 90 മാർക്ക് വാങ്ങിച്ചു, ഒരു കാര്യമില്ല. മെയിൻസിന് ഒരു 70+ മാർക്ക് അല്ലെങ്കിൽ 60 to 70 റേഞ്ചിൽ മാർക്ക് ഇല്ലെങ്കിൽ എന്തില്ല, ആദ്യത്തെ റാങ്കുകളിൽ എത്താൻ പോകുന്നില്ല. അഡ്വൈസ് വരണമെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരും, അത് വേറെ തന്നെ കഥയാ. ആക്ച്വൽ കട്ട് ഓഫ് അഡ്വൈസ് വരണമെങ്കിൽ ഈ പറയുന്ന
പരിപാടികളൊന്നും പറ്റില്ല എന്ന് ഓർക്കുക. ഓക്കെ, സോ എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.